ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 4ാമത്തെ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗോൾ നോക്കാം. ഫസ്റ്റ് നമുക്കിത് സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കണം, പിന്നെ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കണം, പിന്നെ നമ്മുടെ പുതിയ മൈനിങ് ഏരിയ ഉണ്ടാക്കണം, പിന്നെ നമുക്ക് ഫുൾ സെറ്റ് ഓഫ് അയൺ ആർമർ ആവണം. നമ്മൾ നേരത്തെ വെച്ച സ്ഥലത്തല്ല നമ്മൾ ബേസ് പണിയാൻ പോകുന്നത്, വെച്ചിട്ട് പൊക്കമുള്ളൊരു സ്ഥലം നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെയാണ് പണിയാൻ പോകുന്നത്. നമ്മളൊരു വലിയ ബേസ് തന്നെയാണ് പണിയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻറ്റീരിയറും അതൊന്നും ചെയ്തില്ല, ജസ്റ്റ് ബേസ് മാത്രമേ പണിയുന്നുള്ളൂ. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറൊക്കെ നാളെ പണിയാം. ഓക്കെ, എന്നുവെച്ചാൽ ബേസ് പണിയും പിന്നെ ഡിസൈനിങ്ങും ഇൻറ്റീരിയർ വർക്കൊക്കെ നാളെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 8 ബ്ലോക്ക് ഗ്യാപ്പ് വേണം. ഞാൻ MLG ചെയ്യാൻ നോക്കിയത്, പക്ഷേ പറ്റിയില്ല. ഓക്കെ, നമുക്കിനി ഇവിടെ ഇങ്ങനെ ഫ്ലോർ ഞാൻ ഡീപ്പ് സ്ലൈറ്റ് കൊണ്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് കാണാം വീട്. നിങ്ങൾക്ക് ഡേ കൗണ്ട് നോക്കിയാൽ മനസ്സിലാവും. ഞാനാണെങ്കിൽ സ്കൂൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറേ ദിവസം എടുത്തതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടി. സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഇച്ചിരി സമയം കിട്ടത്തുള്ളൂ. ഒരു 2 ദിവസം കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പണിതത്, കാരണം സമയമില്ല സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ താഴത്തോട്ടൊരു കൺട്രോൾ റൂം സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ താഴത്തെ ഫ്ലോറ്, ഇത് നമ്മുടെ സ്റ്റോറേജ് ഏരിയ. നമ്മൾ വേറെ മെഗാ സ്റ്റോറേജ് പണിയാൻ ആഗ്രഹമുണ്ട് എനിക്ക്, നമുക്കത് പണിയാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മേലോട്ട് പോകുമ്പോൾ 2 ബെഡ്റൂം, 3 നിലയാണ് ഉള്ളത്. ഇതാണ് ബെഡ്റൂം. ഇവിടെ വേറെ സംഭവങ്ങളൊക്കെ നമ്മൾ വെക്കും. പിന്നെ ഇതൊരു ട്യൂട്ടോറിയൽ നോക്കിയാണ് ഉണ്ടാക്കുന്നത്. ഇത് പിന്നെ ആ വീഡിയോയിൽ കാണിച്ചേക്കണ പോലെയാണ് ഉണ്ടാക്കി. കൂടാതെ എൻ്റെ കയ്യിൽ നിന്നും കുറച്ച് ഡിസൈൻസും കൂടി ചേർത്ത് തന്നെ ഉണ്ടാക്കിയേക്കണം. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതെന്ന് വെച്ചാൽ ആ വീഡിയോയിലുള്ള വീഡിയോ തന്നെയാണ്, പക്ഷേ ഞാൻ എൻ്റെ രീതി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് മെയിൻ. പിന്നെ നമുക്ക് ഫസ്റ്റ് ഗോൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. അടുത്ത സെക്കൻഡ് ഗോളായിട്ടുള്ള അയൺ ആർമറിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കാം. അയൺ ടൂൾസിനുള്ള അയണൊന്നും ഇല്ല. ഇത് തന്നെ ഓഫ് ക്യാമറയിൽ കുറച്ച് അയൺ എടുത്തോളാം. നമുക്ക് മാപ്പ് ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മുടെ ഫുഡ് കുറവാണ്, കുറച്ച് വാട്ടർ മെലനേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഷീൽഡുണ്ട്, ബാക്കിയുള്ള ആർമറൊക്കെ പൊട്ടിപ്പോയി ഗൈസ്. ഇനി നമുക്ക് ഡിസൈൻസൊക്കെ നാളെ തന്നെ ചെയ്തേക്കാം, അടുത്ത എപ്പിസോഡിൽ. നെതർ പോർട്ടൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് ഡിസൈൻ ചെയ്യുന്നില്ല. അത് ഡിസൈൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഞാൻ ഡിസൈൻ ചെയ്തോളാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നെതർ പോർട്ടൽ പണിയുന്നേ ഉള്ളൂ. നമുക്ക് ടൂൾസ് ഞാൻ കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് ആർമർ ഉണ്ടാക്കാം. ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ഹെൽമെറ്റ്, ഒരു ലെഗിൻസ്, പിന്നെ ഒരു ബൂട്ട്. ഇത് ഫുള്ളും നമുക്ക് ഇടാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ടൂൾസ് ഉണ്ടാക്കാം. കോപ്പർ ടൂൾസ് ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാ ടൂളും അങ്ങ് ഉണ്ടാക്കിയേക്കാം. പിന്നെ ഒരു സ്വാഡും. നമ്മുടെ അയൺ സ്പിയർ ഇരിപ്പുണ്ട്, നമുക്കതിപ്പോൾ പെട്ടി വെച്ചേക്കാം. ഓക്കെ, എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഇനി നമുക്ക് ഓരോന്നായിട്ട് വെയർ ചെയ്യാം. നമ്മൾ ഫുൾ സെറ്റ് ഓഫ് അയൺ ആർമർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് ഗോളും കംപ്ലീറ്റ് ആയി. അടുത്ത തേർഡ് ഗോൾ നമുക്ക് നെതർ പോർട്ടൽ സെറ്റാക്കാം. ഞാൻ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് നെതർ പോർട്ടൽ വെക്കാൻ. ഇനി നമുക്ക് ഇവിടെ തന്നെ അങ്ങ് വെച്ചേക്കാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് കൊണ്ടുവന്ന നന്നായി. പിന്നെ ഡയമണ്ട് പിക്കാക്സ് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ചുകൂടി ഡയമണ്ട് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കോപ്പിൾ സ്റ്റോൺ ഇച്ചിരി കൂടി മൈൻ ചെയ്യാൻ പോയി. കോപ്പിൾ സ്റ്റോൺ അല്ല, കോപ്പിൾ ഡീപ്പ് സ്ലൈറ്റ്. എന്നിട്ടാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഡയമണ്ട് കിട്ടി. കുറച്ചേ കിട്ടിയുള്ളൂ, ഇപ്പോൾ 11 ഉള്ളൂ. നമുക്കാണെങ്കിൽ അത് നമുക്ക് ആർമർ ഉണ്ടാക്കണവരെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതുവരെ ഞാൻ ഡയമണ്ട് കളക്ട് ചെയ്യണം. പിന്നെ എൻ്റെ പിക്കാക്സ് അവിടെ വെച്ചിട്ടുണ്ട്, കാരണം നമുക്ക് ഡിസൈൻ ചെയ്യാൻ നിർത്തി നെതർ പോർട്ടൽ പൊട്ടിച്ച് മാറ്റണം. നമുക്കാണെങ്കിൽ ഇതൊന്ന് ശരിയാക്കാം ഇവിടെ. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ അകത്തോട്ട് പോയി നോക്കാം, എങ്ങനെയാണ് സ്ഥലം നല്ലതാണോ നോക്കാം. നല്ല അല്ലെങ്കിൽ ഞാനത് ഇച്ചിരി നെതറിൽ പോയിട്ടൊന്ന് മാറ്റി പണിത് ഇച്ചിരി നല്ല സ്ഥലത്തോട്ടാക്കാം. ഈ പോർട്ടൽ തന്നെ ലിങ്ക് ചെയ്യാം. യെസ്, നമ്മളിത് എത്തിയിരിക്കുന്നു. അയ്യോ,
ശോകം സ്ഥലം കേട്ടോ, കൊള്ളത്തില്ല. ഞാനാണെങ്കിൽ നെതർ പോർട്ടിലാണെങ്കിൽ അപ്പുറത്തോട്ട് വല്ലതും ബിൽഡ് ചെയ്യാം. ഇവിടെ നിന്ന് നെതറിൽ നിന്ന് തന്നെ ഇത് അങ്ങോട്ട് നീക്കാം, ഇച്ചിരി അപ്പുറത്തോട്ട്. അങ്ങോട്ട് വേണ്ട, നമുക്ക് ഇത് ഇച്ചിരി പുറകോട്ടേക്ക്. അതേ ഗാസ്റ്റൊക്കെ വേണ്ട, നമുക്ക് വേഗം പോവാം. യെസ്, ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ശരിയാക്കിക്കോളാം. എൻ്റെ വീട് കൊള്ളാമല്ലോ. ഓക്കെ, നമുക്കിത് ഞാൻ ശരിയാക്കിക്കോളാം. നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഇച്ചിരി കൂടെ അങ്ങോട്ട് നീക്കി വെച്ച് നമുക്കിനി ഒരു നെതർ ഹബ്ബ് പണിയണം. നമ്മൾ അത് ഒരു സിമ്പിൾ ഡിസൈനേ ചെയ്യുന്നുള്ളൂ, അധികം ഫാൻസി ആക്കുന്നില്ല. ഇനി നമുക്കവിടെ മൈനിങ് ഏരിയ അത് പോയി സെറ്റാക്കാം. ഞാനാണെങ്കിൽ ഇവിടെ ഇച്ചിരി ലോഗ് ഇങ്ങനെ വെച്ച് പൊക്കുവാണ്. ഞാനിത് ഒരു കേവ് പോലെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാറിപ്പോയി. അപ്പം നമ്മളാണെങ്കിൽ മൈനിങ് ഏരിയ ഫുള്ളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഗ്രാസൊക്കെ അതിൻ്റെ മേളിൽ പിടിച്ച് വന്നം ഒരു കേവ് പോലെ ഉണ്ടാക്കിയേക്കണേ. ഇത് സുധിയണ്ണൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൽ നോക്കി ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബായ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ, ഇഷ്ടപ്പെട്ടെന്ന്. ഓക്കെ, ബായ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ.